ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മയക്കുമരുന്ന് കേസും പ്രോട്ടോകോൾ ലംഘനമാണെന്ന് നാളെ പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. ആരെയാണ് നാളുകളിൽ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായ എനിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു ആരോപണം ഒരു പ്രതിയെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഐഫോൺ നൽകിയ കാര്യം യൂണിടെക്കിൻ്റെ മേധാവി കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അഫിഡവിറ്റിൽ പറഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഴിമതിക്കാരൻ്റെ അസത്യം നിറഞ്ഞ സത്യവാങ്മൂലം കോടതിയിൽ നൽകിയതിന് എന്ത് പ്രാധാന്യമാണുള്ളത്? പ്രതിപക്ഷ നേതാവ് കക്ഷി ചേർന്ന് കോടതിയിൽ മറുപടി പറയട്ടെ എന്നാണ് കോടിയേരി പറഞ്ഞത്. ഉപദേശത്തിന് നന്ദി. അഴിമതിക്കാരൻ്റെ സത്യവാങ്മൂലത്തിൽ ഐഫോൺകാരി ഉന്നയിച്ചതിന് ഉദ്ദേശം എന്തെന്ന് കോടിയേരി പറഞ്ഞപ്പോഴാണ് നമുക്കെല്ലാം കാര്യം മനസ്സിലായത്. ആരാണ് ഇതിൻ്റെ പിന്നിലെ സൂത്രധാരകൻ എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. സ്വന്തം മകൻ ബാംഗ്ലൂരിൽ നടന്ന മയക്കുമരുന്ന് കേസിലെ പ്രതിയായി മാറാൻ പോകുന്നു എന്നതിൻ്റെ വേവലാതിയാണ് അദ്ദേഹത്തിനുള്ളത്. വാങ്ങാത്ത ഐഫോണിൻ്റെ കാര്യത്തിൽ എന്ത് പ്രോട്ടോക്കോളാണ് ഞാൻ ലംഘിച്ചത്? അത് പറയാൻ കോടിയേരിക്ക് അവസരമുണ്ടാക്കുന്ന ഒരു അഫിഡവിറ്റാണ് ഈ പ്രതി കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. കോൺസുലേറ്റിൻ്റെ ചടങ്ങിൽ പങ്കെടുത്താൽ അതെങ്ങനെ പ്രോട്ടോക്കോൾ ലംഘനമാകും? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി എത്ര തവണ പ്രോട്ടോക്കോൾ ലംഘിച്ചിരിക്കുന്നു? എന്നോടൊപ്പം പങ്കെടുത്ത രാജഗോപാൽ, BJPയുടെ നേതാവായ രാജഗോപാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ സ്പീക്കറുമായ M. വിജയകുമാർ, അവരെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയെന്നാണോ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്? ഏതായാലും വരും ദിവസങ്ങളിൽ ആരെയാണ് ഈ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. ഞാനത് ഏതായാലും കാരാട്ട് റസാക്കിൻ്റെ ബന്ധുവിൻ്റെ കൂപ്പറിൽ കയറിയിട്ടില്ല. കൂപ്പറിൽ കയറി സഞ്ചരിച്ച ആളുകളെയൊക്കെ നാളെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് കേൾക്കുന്നത്. കൂപ്പറിൽ കയറി പരിചയമുള്ളവർക്കാണ് ഇത്തരം നടപടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ആളുകൾ. ഞാൻ ഏതായാലും ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞു. ഈ കാര്യത്തിൽ ഞാൻ നിയമപരമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആസഫ് അലിയെ ഇതിൻ്റെ ചുമതല ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. DGPക്ക് ഞാൻ ഇന്ന് വൈകുന്നേരമായപ്പോൾ ഒരു പരാതി കൂടി കൊടുത്തിട്ടുണ്ട്. IMEI നമ്പർ ട്രേസ് ചെയ്ത് വിതരണം ചെയ്ത മൊബൈൽ ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് കണ്ടെത്താൻ ഞാൻ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രേഖാമൂലമുള്ള എൻ്റെ കത്തിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരും. എനിക്കാരും ഫോൺ തന്നിട്ടില്ല. ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ടില്ല. സ്വാഭാവികമായും നമ്മുടെ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിയെയും കൂടി വിളിച്ചൊരു ചടങ്ങാണ്. UAEയുടെ ദിനമാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ പോലെയുള്ള ദിവസമാണത്. 2 തവണ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയോടൊപ്പം ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെ പോയി എന്നുള്ളത് സത്യമാണ്. അവരുടെ ചടങ്ങിൽ പ്രസംഗിച്ചിട്ട് റെയിൽവേ കോളനിയിൽ കുട്ടികൾ മണ്ണ് വാരി തിന്ന സംഭവം ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ ധൃതി പിടിച്ചപ്പോൾ ലക്കി ഡിപ്പ് നടത്തിയതിനകത്ത് ഒരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമ്മാനം, പൊതിഞ്ഞു വന്ന സമ്മാനം ഞാൻ കൊടുത്തു. ഞാൻ മാത്രമല്ല, മറ്റ് ഉണ്ടായിരുന്ന അതിഥികളും എല്ലാവർക്കും കൊടുത്തു. അതല്ലാതെ എനിക്കാരും ഐഫോൺ തന്നിട്ടില്ല. ഞാൻ ഐഫോൺ വാങ്ങിയിട്ടില്ല. ഇത്തരം പ്രസൻറ്റേഷനുകൾ വാങ്ങിച്ച് പരിചയമുള്ള ആളുകളാണ് ഇതെല്ലാം പറയുന്നത്. ഇത്തരം സമ്മാനങ്ങൾ ധാരാളം വാരിക്കൂട്ടിയതിനൊക്കെ കോടതികളിലും അല്ലാത്തടത്തുമൊക്കെ DNA ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. DGP തെളിയിക്കട്ടെ, IMEI നമ്പർ ട്രേസ് ചെയ്യട്ടെ, ഇപ്പോൾ ഈ ഫോണുകൾ ആരുടെ കയ്യിലാണെന്ന് ട്രേസ് ചെയ്യട്ടെ. നട്ടാൽ കുരുക്കുന്ന നുണകൾ പറഞ്ഞ്
ഇവിടെ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാരിനെതിരെ ഞാൻ പോരാട്ടം നടത്തുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. എന്നെ അപമാനിക്കാൻ ഇപ്പോൾ അവസാനം കണ്ടിരിക്കുന്നത് ഒരു ഐഫോൺ എവരുടെ കയ്യിലൊക്കെ ഐഫോൺ വാങ്ങേണ്ട ഗതികേട് ഏതായാലും ഇന്ന് എനിക്കില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂപ്പറിൽ കയറിയ ആളുകൾ, കള്ളക്കടത്തുമാരുമായി സമ്പർക്കമുള്ള ആളുകളാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതിൽ ഞാൻ അതിശയപ്പെടുന്നില്ല. അവരിതൊക്കെ ഉന്നയിക്കും. അതുകൊണ്ടൊന്നും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഈ സർക്കാരിനെതിരായ അതിശക്തമായ പോരാട്ടവുമായി കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. DGPക്ക് ഞാൻ കത്ത് കൊടുക്കുകയാണ്, ഇന്നിപ്പോൾ കൊടുത്തു. അതിനനുസരിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. ആരുടെ കയ്യിലാണ് ഈ ഫോണെന്ന് തെളിയിക്കട്ടെ, അന്വേഷിക്കട്ടെ. അത് ഞാൻ അവർക്ക് തന്നെ കൊടുക്കുകയാണ്. എനിക്കൊന്നും മറക്കാനില്ല. അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. അവരന്വേഷിക്കട്ടെ.